ഹായ് ഫ്രണ്ട്സ്, മൗനരാഗ സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സരിയു ഓരോന്നും ആലോചിച്ച് മുറിയിലിരിക്കുന്നതാണ്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനെ കണ്ട ഉടൻ തന്നെ സരിയു പെട്ടെന്ന് കട്ടിലിൽ നിന്നും എണീറ്റു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും അറിഞ്ഞോ മനുവേട്ടാ? മോളൂന് വേണ്ടി തന്നെ എല്ലാം അന്വേഷിക്കാമെന്നുള്ള വിചാരത്തിലായിരുന്നു ഞാൻ തന്നെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല വ്യക്തത വരുത്തണം എന്ന് എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. മനുവേട്ടാ, ഞാൻ കേട്ടതൊന്നും സത്യമല്ലല്ലോ അല്ലേ? സത്യമല്ല. അത് കേട്ടപ്പോൾ തന്നെ സരയുവിന് നല്ല സന്തോഷമായി. സരയു ചിരിക്കുകയാണ്. എന്ന് പറയണം എന്നുണ്ടെനിക്ക്, പക്ഷേ സത്യം സത്യമായി തന്നെ നിലനിൽക്കുമ്പോൾ അതിനെ മായ്ച്ചു കളയാൻ ആർക്കും പറ്റില്ലല്ലോ മോളെ. മോളുവിൻ്റെ കൂട്ടുകാരി ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അവൾ ആത്മാർത്ഥതയുള്ള സുഹൃത്ത് തന്നെയാണ്. മോളുവിൻ്റെ അമ്മ എൻ്റെ അമ്മായി അമ്മയല്ല, അത് താര എന്ന ആ സ്ത്രീ തന്നെയാണ്. കാര്യങ്ങളൊക്കെ മോളു നേരത്തെ അറിഞ്ഞതല്ലേ? നേരത്തെ അറിഞ്ഞതൊക്കെ സത്യമാണെന്നറിയാൻ ഒരു യാത്ര. ആ യാത്രയിൽ നമ്മളും ഉറപ്പിച്ചു മോളുവിനെ പ്രസവിച്ചത് അവരാണെന്ന്. താരയാണ് മോളെ പ്രസവിച്ചത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ടാ. എന്താ മനുവേട്ടാ ശരിക്കും സംഭവിച്ചത്? മോളുവിൻ്റെ അമ്മയെ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതും മോളുവിൻ്റെ അമ്മ പ്രസവിച്ചതും ശരിയാണ്. പക്ഷേ പ്രസവത്തോടെ ആ കുഞ്ഞ് മരിച്ചു. ആ സമയത്ത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ബോധമില്ലായിരുന്നു. അത് നല്ല സമയം തന്നെയാണെന്ന് മനസ്സിലാക്കി ഡോക്ടറുടെയും നേഴ്സിൻ്റെയും സമ്മതം സ്വീകരിച്ച് മോളുവിൻ്റെ അച്ഛൻ മരിച്ച ആ കുഞ്ഞിനെ മാറ്റി അവിഹിത ബന്ധത്തിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ മോളുവിൻ്റെ അച്ഛൻ മോളുവിൻ്റെ സ്ഥാനത്ത് അവിടെ കൊണ്ടുപോയി ഈ അമ്മയുടെ അടുത്ത് കിടത്തി. അയ്യോ എന്ന് പറഞ്ഞ് സരയു കരയാണ്. അപ്പോൾ വീണ്ടും മനു പറയാണ്, എന്ന് വെച്ചാൽ മോളുവിൻ്റെ അമ്മ മയക്കത്തിൽ നിന്നും എണീറ്റപ്പോൾ മോളുവിൻ്റെ അമ്മ മോളെ തന്നെ സ്വന്തം അരികിൽ കണ്ടു. അപ്പം മോള് തന്നെ അവരുടെ കുഞ്ഞാണെന്ന് കരുതി. ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അമ്മയോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ കുഞ്ഞ്. അതല്ല എന്ന് ചിന്തിക്കേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ. അവിടെയാണ് പാവപ്പെട്ട എൻ്റെ അമ്മായിയമ്മയ്ക്ക് തെറ്റുപറ്റിയത്. ഇതിലെ വില്ലൻ എൻ്റെ അച്ഛനാണല്ലേ? ആ ദുഷ്ടനാണ് അയാൾ, ഭൂലോക ഫ്രോഡ്. സ്വന്തം അമ്മായി അപ്പനെ പറ്റി ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഗതികേട്, അതിലെനിക്ക് വിഷമമുണ്ട്. അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? ഇവിടെ രണ്ട് തെറ്റാണ് മോളുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ സ്നേഹിച്ചു വഞ്ചിച്ചു വശത്താക്കി. അതിനൊപ്പം തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയെ ജീവനോടെ തന്നെ കത്തിക്കുന്നതിന് തുല്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നെയും ജീവനോടെ ദഹിപ്പിച്ചില്ല അയാൾ. അതുകൊണ്ട് ഒക്കെ ആയിരിക്കും മോളുവിൻ്റെ അമ്മ അങ്ങേരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത്. അപ്പോൾ അമ്മ ഇതൊക്കെ അറിഞ്ഞു കാണുമോ? അതിനുള്ള വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ രാഹുൽ എന്ന എൻ്റെ അമ്മയച്ഛൻ പറയുന്നതൊക്കെ വട്ടല്ലേ? അപ്പോൾ ആരായാലും അയാളുടെ ദേഹത്ത് കൈവച്ചു പോവും. ദേഷ്യത്തോടെ സരയു പറയാണ്, ഇനി മനുവേട്ടൻ വേണമെങ്കിൽ കൈവച്ചോ. അച്ഛനാണെന്നോ അമ്മയച്ഛനാണെന്നോ എന്നൊന്നും നോക്കണ്ട. കരം കിട്ടിയാൽ ഞാനും തല്ലും അയാളെ. അത്രയ്ക്ക് വൃത്തികെട്ട പ്രവൃത്തി അയാൾ ചെയ്തിരിക്കുന്നത്. മോളു പോട്ടെ മോളു, ഇനി ഇതൊന്നും പുറമേ കാണിക്കണ്ട. മോളു അമ്മയെന്ന് വിളിക്കുന്ന ആൾ തന്നെയാണ് മോളുടെ അമ്മ. ആരെയെന്ന സ്ത്രീയെ മോള് അമ്മയായിട്ട് അംഗീകരിക്കണ്ട. അവരാണ് അമ്മയെന്നറിഞ്ഞപ്പോൾ മോളുവിന് അവരോട് എന്തെങ്കിലും സ്നേഹം തുടങ്ങിയോ? എനിക്കോ? അല്ല, എത്രയൊക്കെ ആയാലും അവരുടെ ചോരയാണല്ലോ മോളു. പറയരുത് മനുവേട്ടാ, അങ്ങനെ പറയരുത്. കുഞ്ഞുനാൾ മുതലേ എനിക്കൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ ഞാൻ ആരെയാണോ സ്നേഹിച്ചത് എനിക്ക് അവരെ വേണം. മൊത്തത്തിൽ എനിക്ക് വേണം. എൻ്റെ അമ്മയെ ഇനി മാറ്റി പ്രതിഷ്ഠിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വെറുപ്പാ എൻ്റെ അച്ഛനെ പോലെ തന്നെ ആ സ്ത്രീയോടും. അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കുമല്ലോ എൻ്റെ അച്ഛനും അവരും തമ്മിൽ ഒരടുപ്പമുണ്ടായത്. എൻ്റെ അച്ഛന് ഒരു ഭാര്യയുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെന്തിനാ എൻ്റെ അച്ഛനെ സ്നേഹിച്ചത്? ആ സ്നേഹം പരിധി വിട്ട് പോയപ്പോൾ ഒരു പെണ്ണെന്ന രീതിയിൽ ആ സ്നേഹം അവർ തടയണമായിരുന്നു. അതും ചെയ്തില്ല. എന്നിട്ട് അവസാനം മോളെ തേടി നടക്കുക അവർ. അങ്ങനെ ഒരു അമ്മ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടിയാൽ അവരെ ഞാൻ തീർക്കും. മനുവേട്ടാ, തീർത്തിരിക്കും ഞാൻ അവരെ. അയ്യോ, അപ്പോൾ എൻ്റെ മോള് ജയിലിൽ പോവില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? അവനവരെ കൊന്നാൽ കൊലപാതക കുറ്റം അങ്ങേര് ഏറ്റെടുക്കണം. ഇതൊക്കെ വരുത്തി വെച്ചത് അങ്ങേര് പോയി ജയിലിൽ കിടക്കട്ടെ എന്ന്. ആയാലും മോള് ഇനിയിപ്പോൾ അച്ഛനോടും അമ്മയോടും ഒന്നും പറയണ്ട. പറയാൻ പറ്റില്ലല്ലോ മനുവേട്ടാ. ഞാനിതൊക്കെ അറിഞ്ഞുവെന്ന് എനിക്ക് മനുവേട്ടനോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ലല്ലോ. ആരും അറിയണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ അവർ വരുന്നുണ്ട്. അതായി എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, അവരോടുള്ള ദേഷ്യം ഇരട്ടിച്ചിരിക്കുക. പിന്നെ അവരിവിടെ വരുമ്പോൾ മോൾ സ്നേഹം കാണിക്കുന്നതോ? അതെൻ്റെ അടവാണ് മനുവേട്ടാ.
കാലം സ്നേഹം നടിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അത്രയും പറഞ്ഞ് സരയു മുറിയിൽ നിന്നും പോയി. സരയു മുറിയിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, നിൻ്റെ പണവും സ്വർണവും മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഷാരിയും രാഹുലും താഴെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്നും സരയു താഴേക്ക് ഇറങ്ങി വരികയാണ്. സരയു ഇറങ്ങി വരുമ്പോൾ രണ്ടുപേരെയും കണ്ട് അമർഷത്തോടെ നോക്കുകയാണ്. താഴെ വന്ന് സരയു പറയാണ്, മനുവേട്ടൻ ഇവിടെയുണ്ട്, മനുവേട്ടൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി വെക്കണം. അച്ഛൻ പറയാണ്, അവൻ പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആഹാരം തട്ടുന്നുണ്ടല്ലോ, ഇനി വീട്ടിലെ ഫുഡിനേക്കാൾ ഇഷ്ടം ഹോട്ടലിലെ ഫുഡാണ്, പിന്നെന്തിനാ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്? സരയുവിന് രാഹുലിൻ്റെ സംസാരം കേട്ട് ദേഷ്യം വന്നു എന്ന് രാഹുലിനെ അമർഷത്തോടെ നോക്കിയിട്ട് അതിനുശേഷം അടുക്കളയിൽ പോയി കത്തിയെടുക്കുകയാണ്. ഇതിനാണെന്ന് അറിയണോ നിങ്ങൾക്ക്? അറിയണമെന്ന്. അപ്പോൾ ഇടയിൽ കയറിയിട്ട് പറയാണ്, സരയു നിനക്കെന്ത് പറ്റി? അതുപോലെ തന്നെ ഷാരിയും, മോളെ എന്തായത് മോളെ? അപ്പോൾ സരയു പറയാണ്, കുത്തി കീറും ഞാൻ. രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾക്കും വട്ടായോ? കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു പുച്ഛ ഇയാൾക്ക്. ഇയാക്കല വേണ്ട, മനസ്സിലായോ? അപ്പോഴേക്കും മനു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. സരയുവിൻ്റെ കത്തി കാണിച്ചുള്ള ഭീഷണി കണ്ട് പിടിച്ചു വെക്കുകയാണ്. വീട് ഇങ്ങോട്ടെന്ന് പറഞ്ഞ് മനു കത്തി അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അപ്പോൾ സരയു പറയാണ്, അയാളുടെ ഒരു കളിയാക്കൽ. എന്താ മോളെ, കത്തി കൊണ്ടാണോ കളിക്കുന്നത്? ഇന്ന് മുതൽ നിങ്ങളും അടുക്കളയിൽ കയറണം അമ്മയ്ക്കൊപ്പം. ഞാനോ? അതെ, ഞാൻ തന്നെ. കയറണമെന്ന് പറഞ്ഞാൽ കയറണം. നിങ്ങൾക്ക് വേറെ എന്താ ഇവിടെ പണി? വേറെ എന്താ ജോലി? ഇവനെന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ മോളുടെ മനസ്സ് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ഷാരി പറയാണ്, ഇത് ഞാനും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾക്കെന്താ അടുക്കളപ്പണിയൊക്കെ ചെയ്താൽ? മിക്സിയൊക്കെ മാറ്റിയിട്ട് പുറത്ത് ഒരു അരകല്ലിട്ടിട്ടുണ്ട്. കറികൾക്കൊക്കെ മുളകും മഞ്ഞളും മല്ലിയൊക്കെ അരകല്ലിൽ അരക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഗ്രൈൻഡറിലൊന്നും വെറുതെ മാവൊന്നും ആട്ടണ്ട, ആട്ടുകല്ലങ്ങ് വാങ്ങും. അച്ഛനാകുമ്പോൾ നന്നായിട്ട് ആട്ടാനും പറ്റുമല്ലോ, ആരോഗ്യമുണ്ടല്ലോ. ഇപ്പം എന്നെ ശരിക്കും ആട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേണ്ട, മനുവേട്ടൻ എന്ത് പറയുന്നോ അതനുസരിച്ചാൽ മാത്രം മതി നിങ്ങൾ. ആര് പറയാ, മോള് പറഞ്ഞത് കേട്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് എൻ്റെയും അഭിപ്രായം. മോളെ, ഇയാളെ അടുക്കളയിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല മോളെ. നേരെ എന്തിനൊക്കെ കൊള്ളാം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളാ. അതിന്ന് എനിക്ക് മനസ്സിലായി. ലോകത്ത് നിങ്ങളെപ്പോലെ ഒരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട, പറയുന്നതങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ അച്ഛനെ കൊന്ന മകളെന്ന പേര് എനിക്ക് സമ്പാദിക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും കത്തിയുമായി സരയു രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇടയിൽ കയറിയിട്ട് മനോഹർ പിടിച്ചു വെക്കാണ്. മോളെന്തായി കാണിക്കുന്നേ? മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. വിട് മനുവേട്ടാ. അപ്പോൾ രാഹുലിനോട് ഷാരി ചോദിക്കുകയാണ്, മോളിനി സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? പറയാൻ പറ്റില്ല, കൂടെ നടക്കുന്നവൻ കുതുകാല് വെട്ടുന്നവനാ, തന്ത്രങ്ങളുടെ രാജാവാ, അവൻ എന്തും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് മനോഹർ സരയുവിനോട് പറയാണ്, മോളുവിൻ്റെ അച്ഛനെ ചെയ്യുന്നത് പോലെ മോള് ദേഷ്യപ്പെടേണ്ട. അർത്ഥത്തിൽ അമ്മ നിരപരാധിയാ, അയാളുടെ കൂടെ കൂടിയതാ അമ്മ കുറച്ചെങ്കിലും വഷളായിപ്പോയത്. അതുകൊണ്ട് അവരെയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? അതും പറഞ്ഞ് കേട്ട് അങ്ങോട്ടേക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ മനസ്സിനകത്ത് എന്തോ കിടന്ന് തിളക്കുന്നുണ്ട്. ഇവൾ പറഞ്ഞതുപോലെ അച്ഛനെ കൊല്ലുവാണെങ്കിൽ അത്രയും സമാധാനം, കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കിരണിനെയും ബൈജുവിനെയാണ്. ബൈജുവിനോട് കിരൺ പറയാണ്, എടാ ഇനി ഇവിടെ ഒരു ആഘോഷം നടക്കണം, എത്രയും പെട്ടെന്ന്. എടാ നിൻ്റെ കല്യാണത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഒന്നും മിണ്ടാണ്ട് കളിയാ. ഞാനിങ്ങനെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നത് അനിയന് ഇഷ്ടമല്ല അല്ലേ? അളിയനങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? കല്യാണം കഴിച്ചാൽ മനസ്സമാധാനം പോകുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? കല്യാണശേഷമാണ് എൻ്റെ ജീവിതം ആഘോഷമായത്. എൻ്റെ അളിയ അതിന് എല്ലാവർക്കും കല്യാണെ പോലെയുള്ള നല്ല ഭാര്യമാരെ കിട്ടുമോ? ഓഹോ, കിട്ടിയാൽ നീ കെട്ടുമോ? വെറുതെ ഓരോന്ന് പറയല്ലേ, പെട്ടെന്നൊന്നും വേണ്ട. പിന്നെപ്പാ അപ്പോഴാണ് കല്യാണിയും കാർത്തികയും അങ്ങോട്ടേക്ക് വന്നത്. എന്താ ഇവിടെ? കല്യാണി ചോദിക്കുക. കിരൺ പറയാ, അപ്പോൾ ഞാനേ ഇവൻ്റെ കല്യാണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാർത്തിക പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ, ബൈജുവിനിപ്പോൾ ഒരു 10-30 വയസ്സായില്ലേ? കല്യാണി, അതൊക്കെ കഴിഞ്ഞു പോയി, എന്നാലും കണ്ടാലിപ്പോൾ ഒരു 10-25 വയസ്സേ തോന്നൂ. അതൊരു 10 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും.
അപ്പോഴേക്കും രണ്ടമ്മമാരും അങ്ങോട്ട് വന്നു. എന്നിട്ട് കാർത്തികയുടെ അമ്മ പറയാണ്, നല്ല പെൺകുട്ടികളൊക്കെ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് അല്ലേ മോളെ? അതൊക്കെ ലിസ്റ്റിൽ തന്നെ വെച്ചേക്കമ്മേ, തൽക്കാലം അതൊന്നും ഇങ്ങ് പുറത്തേക്ക് എടുക്കണ്ട. പിന്നെ ദീപയുടെ കൈവീഴ്ച പറയാണ്, ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം. ഇനി എപ്പോഴാ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നേ? നിൻ്റെ അച്ഛനും അമ്മയും ക്ഷണിച്ചിരിക്കുകയല്ലേ, ഇനി നമുക്ക് അവിടെ ഒന്ന് ഒത്തുകൂടാം. കാർത്തിക പറയാം. മോണിയെയും ഹസ്ബൻഡിനെയും ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവരും അന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ശരി ശരി. അങ്ങനെ അവർ അമ്മയും മകളും ഇറങ്ങി. അതിനുശേഷമാണ് കിരണിനൊരു ഫോൺ വരുന്നത്. അപ്പോൾ ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കിരണിൻ്റെ മുഖം വല്ലാതായി. ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്താ കിരണേട്ടാ, നീ പെട്ടെന്ന് വാ. എന്താ മോനെ സംഭവിച്ചത്? വന്നിട്ട് പറയാമേ. വാ കല്യാണി. ഞാൻ വരണോ കിരണൻ അളിയാ? വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. കല്യാണി ഓടി കയറുകയാണ്. എന്താണാവോ? ബൈജു പറയാണ്, അളിയ ഒന്നും പറയാതെയാണല്ലോ പോയത്, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ അവരെ കണ്ട് നോക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, ദേ അവിടെയാണെന്ന് തോന്നുന്നു. കിരണിനെയും കല്യാണിയെയും കണ്ടപ്പോൾ തന്നെ അമ്മമ്മ കൈ കൂപ്പുവാണ്. അപ്പോൾ കിരൺ പറയാണ്, അയ്യോ എന്തൊരു ഭവ്യത. തന്നെ കല്യാണി ചോദിക്കുകയാണ്, കൊച്ചുമോൻ്റെ ഷെയർ കിട്ടിയോ? കോടികൾ കിട്ടും എന്നാണല്ലോ പറഞ്ഞത്. അത് മാത്രമാണോ പറഞ്ഞത്? നമ്മുടെ കമ്പനി പൂട്ടിക്കും എന്ന് പറഞ്ഞില്ലേ? കിരൺ പറയാം. നിങ്ങളെ പൂട്ടാനുള്ള താഴ് വാങ്ങാൻ കടയിലേക്ക് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മൂമ്മ ദയനീയമായി പറയാണ്, ശവത്തിൽ കുത്തരുത്. വയ്യാതെ കിടക്കുക എൻ്റെ പ്രകാശൻ. ആശുപത്രി ചെലവിനുള്ള കാശ് പോലും ഇല്ല. ഏതാനും ഇഞ്ചക്ഷനുള്ള മരുന്നുകളൊക്കെ വാങ്ങിക്കണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ പറയാണ്, കയ്യിലും കഴുത്തിലൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് വിറ്റാൽ പോരെ? ഒന്നും ഇല്ല മോനെ, ഇതൊക്കെ മുക്ക് വേണ്ടോ? കല്യാണി ചോദിക്കുകയാണ്, അവനെവിടെ ആ കോടീശ്വരനാകാൻ പോകുന്ന കൊച്ചുമകൻ? എന്നാലും ഇതുപോലൊരു കൊലച്ചതി ഞങ്ങളോട് ചെയ്യരുതായിരുന്നു. കല്യാണി അപ്പം തന്നെ പറയാണ്, ഇത് വളരെ കുറഞ്ഞു പോയി. നിങ്ങളൊരു സ്ത്രീയല്ലേ? എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളെ പ്രസവിച്ച എൻ്റെ അമ്മയല്ലേ? ഒരു സ്ത്രീയല്ലേ? എന്നിട്ട് എത്ര തവണയാ നിങ്ങളുടെ മരുമക്കൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞത്? എന്താണ് ഭാനു അമ്മേ മറുപടി ഒന്നും പറയാത്തത്? പെൺമക്കളോടുള്ള വെറുപ്പ് ഇപ്പോഴും തീരുന്നില്ല അല്ലേ? സഹതാപം കാണിക്കേണ്ട സമയത്തൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഇതുപോലെ അറ്റാക്ക് വന്ന് നിങ്ങളുടെ മോൻ ഇവിടെ കിടന്നപ്പോൾ രാജപ്പൻ്റെ എല്ലാ കടബാധ്യതകളും ഞാൻ തീർത്തു കൊടുത്തതാ. ഏട്ടൻ എതിർത്തിട്ട് കൂടി. പക്ഷേ ഒന്നും പ്രതീക്ഷിക്കണ്ട. സഹായിക്കുന്ന ആൾക്കാരെ പിന്നെയും പിന്നെയും തിരിഞ്ഞു കൊത്തുന്ന ആളെ ദൈവം പോലും പിന്നെ ഞങ്ങളെ സ്വീകരിക്കില്ല. അതിൽ ആദ്യ ഭാര്യയ്ക്കും രണ്ടാം ഭാര്യയ്ക്കും കൂടുതൽ മെഡൽസ് കൊടുത്ത് ഒതുക്കിയപ്പോൾ ആൾ കരുതി അയാളുടെ തലയെടുപ്പും ശരീരവും കണ്ട് മയങ്ങിയാന്ന്. കൃത്യമായ കണക്കുകൂട്ടലുമായിട്ടാണ് അമ്മയും മോളും നാട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നല്ല ബന്ധുക്കളെ കിട്ടി, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ബന്ധുക്കൾ. കല്യാണി പറയാ, കിരണേട്ടൻ വാ. അപ്പം അമ്മൂമ്മ, അവൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ അവനോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, നെഞ്ച് വയ്യാതെ കിടക്കുക. കല്യാണി പറയാ, അങ്ങേരുടെ ശ്വാസം നിലച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. 55 കഴിഞ്ഞിട്ടും അത്യാഗ്രഹവും പെൺകുട്ടികളുടെ വെറുപ്പും മാറാത്ത മനുഷ്യൻ. അയാൾക്കിനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കിനി ഒന്നുമില്ല. കല്യാണി അകത്തേക്കുള്ള വാതിൽ തുറക്കാണ്. അപ്പോൾ കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ്, അകത്തേക്ക് കയറി അങ്ങേരെ കാണുന്നുണ്ടോ? ഇല്ല, താരേൻ്റെയെ കണ്ടിട്ട് പോകാം. വാ. അപ്പോൾ അമ്മൂമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്രയോ തവണ ഞാൻ അമ്പലത്തിലൊക്കെ വന്ന് ദൈവങ്ങളോടൊക്കെ പറഞ്ഞതാ അവൾ മുടിഞ്ഞു പോണേന്ന്, എന്നിട്ടും ഞങ്ങളെ മാത്രം മുടിച്ചുകൊണ്ടിരിക്കുക. യോഗത്തിലെ ദൈവങ്ങൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. താരാൻ്റിയാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് എത്തിയിട്ട് കല്യാണി ചോദിക്കുകയാണ്, എന്ത് പറ്റി ആൻറ്റി? എന്താണെങ്കിലും പറഞ്ഞോ, ആരാ ഇത് ചെയ്തത്? അപ്പോൾ താരാൻ്റി പറയാണ്, താരാൻ്റിയുടെ വീട്ടിലേക്ക് സരയു പോയത്. ആൻറ്റിക്കാണെങ്കിലോ സരയുവിനെ കണ്ട് സന്തോഷമായി. സരയും ചിരിച്ചു കൊടുക്കുകയാണ്. താരാൻ്റി പുറത്തിറങ്ങി സരയുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. താരാൻ്റി അവളെ കണ്ടത് നല്ല സന്തോഷത്തിലായി. പക്ഷേ സരയു കെട്ടിപ്പിടിച്ച് പല്ല് ഞെരിക്കുകയാണ് ദേഷ്യത്തോടു കൂടിയിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ച് വീഡിയോ കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.